സോ BNSൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അൺലാഫുൾ അസംബ്ലിയുടെ കാര്യമായിരുന്നു. അൺലാഫുൾ അസംബ്ലിയുടെ പണിഷ്മെൻറ്റിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ PK ലേണിങ്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ആ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷനിലേക്ക് പോകാം. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്, ഒരു അസംബ്ലി എങ്ങനെയാണ് അൺലാഫുൾ ആകുന്നത് എന്ന് കണ്ടു. അപ്പോൾ ഈ അൺലാഫുൾ ആകുന്നതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ അസംബ്ലിക്കും പല പല തരത്തിലുള്ള കോമൺ ഒബ്ജക്റ്റുകളായിരിക്കും. പൊതുവായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് ഇതിൻ്റെ പണിഷ്മെൻറ്റ് മാറാൻ പോവുകയാണ്. നിങ്ങൾ ഒരു അൺലാഫുൾ അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നെങ്കിൽ, ബീയിങ് എ മെമ്പർ ഓഫ് ആൻ അൺലാഫുൾ അസംബ്ലി, അവിടെ ചുമ്മാ മെമ്പർ ആയിരുന്നാൽ മതി. നമ്മൾ 5 പേര് വട്ടം കൂടി ഇവിടെ നിൽപ്പുണ്ട്, എന്താണ് ഈ പറഞ്ഞ അൺലാഫുൾ അസംബ്ലി ആയി, എല്ലാവരും ഈ പ്രവൃത്തി ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മെമ്പർമാരായിരുന്നാൽ മാത്രം എന്താണ്, ഈ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കൊഗ്നൈസബിളാണ്, ബെയിലബിളാണ്. ഏത് മജിസ്ട്രേറ്റും ഏത് മജിസ്ട്രേറ്റോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഇത് ട്രയൽ നടത്താവുന്നതാണ്. 6 മാസം വരെയാണ് ഇതിന് എന്ത് കിട്ടുന്നത്, ശിക്ഷ കിട്ടുന്നത്. 6 മാസം വരെയാണ് ഇംപ്രിസൺമെൻറ്റ്. അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജോയിനിങ് അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഇൻ ആൻ അൺലാഫുൾ അസംബ്ലി. അപ്പോൾ എന്താണ്, അറിഞ്ഞുകൊണ്ട് നമ്മളൊരു അസംബ്ലി അൺലാഫുൾ അസംബ്ലി ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യുന്നു, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് ഇത് പിരിച്ചുവിടാൻ എന്താണ് ഉത്തരവ് വന്ന ഒരു അസംബ്ലിയാണ്. അസംബ്ലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില സംഘടനകളായിരിക്കാം. അപ്പോൾ ഇതെല്ലാം വീണ്ടും അങ്ങനെ ഉത്തരവ് വന്നതിന് ശേഷവും വട്ടം കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി കഴിയുമ്പോൾ കുറ്റമാണ്. അപ്പോൾ എന്താ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഡിസ്പേഴ്സ് ചെയ്യാൻ ഓർഡർ വന്നതാണെന്ന് അറിഞ്ഞിട്ടും നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യുകയോ അറിഞ്ഞുകൊണ്ട് ഒരു അൺലാഫുൾ അസംബ്ലിയിലേക്ക് ജോയിൻ ചെയ്താൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷം വരെയോ ഓർ ഫൈൻ, പിഴയോ, അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിനിങ് ആൻ അൺലാഫുൾ അസംബ്ലി ആംഡ് വിത്ത് എനി ഡെഡ്ലി വെപ്പൺ. കണ്ടോ, മാരക ആയുധങ്ങളുമായിട്ട് അൺലാഫുൾ അസംബ്ലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 2 വർഷം വരെയോ അതല്ലെങ്കിൽ ഫൈനോ ഒരുമിച്ചോ കിട്ടാവുന്നതാണ്. അപ്പോൾ കണ്ടു, ഓരോ നേച്ചർ അനുസരിച്ച് അതിൻ്റെ പണിഷ്മെൻ്റ് മാറുകയാണ്. അൺലാഫുൾ അസംബ്ലിയിൽ ഡെഡ്ലി വെപ്പൺസുമായിട്ട് ജോയിൻ ചെയ്താൽ 2 വർഷം വരെയോ അതല്ലെങ്കിൽ പിഴയോ, അതിൽ തത്തുല്യമായിട്ടുള്ള പിഴയോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഇതിൽ ഒരു അൺലാഫുൾ അസംബ്ലിയിൽ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടിന്യൂയിങ് ഇൻ എനി അസംബ്ലി ഓഫ് 5 or more person ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കമാൻഡഡ് ടു ഡിസ്പേഴ്സ് എന്നുള്ളതാണ്. 5 അതിലധികമോ ഉള്ള ഈ ഗ്രൂപ്പിൽ ഡിസ്പേഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടും വീണ്ടും അതിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം വരെയോ ഫൈനോ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ദെൻ അടുത്ത പറയുന്ന പണിഷ്മെൻ്റാണ് ഹയറിങ്, എൻഗേജിങ് ഓർ എംപ്ലോയിങ് പേഴ്സൺസ് ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അൺലാഫുൾ അസംബ്ലി. നമ്മളുടെ അസംബ്ലിയിലേക്ക് ഈ പറയുന്ന എന്താണ് സംഗതികളൊക്കെ നടപ്പിലാക്കി എടുക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ആൾ വേണം. അതിലേക്ക് വേണ്ടിയിട്ട് അൺലാഫുൾ അസംബ്ലിയിലേക്ക് വേണ്ടിയിട്ട് ഹയർ ചെയ്യുന്നു, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, അതിലേക്ക് വേണ്ടി എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നു. ഇതിൻ്റെയൊക്കെ എന്താണ്, ആളെ കൂട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, ഒരു അൺലാഫുൾ അസംബ്ലി മെമ്പറായിരുന്നാൽ എന്ത് പണിഷ്മെൻറ്റ് കിട്ടും, അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. എന്താണ്, 6 മാസം വരെയുള്ള ശിക്ഷയാണ് അവിടെ കിട്ടുന്നത്. ഇനി എന്ത് തരത്തിലുള്ള ഒഫൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വട്ടം കൂടിയിരുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനാണോ, പഞ്ചായത്ത് ആക്രമിക്കാനാണോ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ബോംബിടാനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ആ കുറ്റകൃത്യം ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വട്ടം കൂടിയിരിക്കുന്നത് എന്നതനുസരിച്ച് ഇതിൻ്റെ, അതായത് എന്തിനാണ് ആളെ ഹയർ ചെയ്തത്, റിക്രൂട്ട് ചെയ്തത്, എന്തിനാണ് ഇവന്മാർക്ക് പരിശീലനം കൊടുത്തതിനൊക്കെ നേച്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ എന്താണ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്തയാണ് അൺലാഫുൾ അസംബ്ലിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവന്മാരെ, ഹയർ ചെയ്യപ്പെട്ട മതീഷുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ച് വയ്ക്കുന്നു, ഹാർബർ ചെയ്യുന്നു. അങ്ങനെ ഹാർബർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസംബ്ലി പിരിച്ചുവിടാനൊക്കെ പറഞ്ഞ അസംബ്ലി തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉത്തരവ് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, മതീഷിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. ഹാർബർ ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം വരെയോ ഓർ ഫൈനോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ പിഴയോ, അതല്ലെങ്കിൽ ഈ പറയുന്ന 6 മാസം പിഴയും അല്ലെങ്കിൽ ഫൈനും കൂടെ ഒക്കെ ചേർത്ത് കിട്ടുന്നതാണ്. കൊഗ്നൈസബിൾ ആണ്, ബെയിലബിൾ ആണ്. ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ ഒക്കെ മജിസ്ട്രേറ്റുമാർക്ക് ട്രയൽ ചെയ്യാവുന്നതാണ്. അടുത്ത നെക്സ്റ്റ് കണ്ടോ, ഓരോ തരത്തിലും അൺലാഫുൾ അസംബ്ലിയുടെ നേച്ചർ അനുസരിച്ചാണ് ഒഫൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. ബീയിങ് ഹയർഡ് ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അൺലാഫുൾ അസംബ്ലി ഓർ റയോട്ട്.
അപ്പോൾ എന്താണ്, മതീഷിനെയൊക്കെ നമ്മൾ എന്തിനാണ് ഹയർ ചെയ്തിരിക്കുന്നത്? അതായത് അൺലാഫുൾ അസംബ്ലിയിലേക്കോ റയോട്ടിലേക്കോ, ഈ അൺലാഫുൾ അസംബ്ലി തന്നെയാണ് റയോട്ടാകാൻ പോകുന്നത്, അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അപ്പോൾ എന്താണ്, ഒരു അൺലാഫുൾ അസംബ്ലിയിലേക്ക് ഹയർ ചെയ്യുകയാണ്, ഹയർ ടു ടേക്ക് പാർട്ട് ഇൻ ആൻ അൺലാഫുൾ അസംബ്ലി ഓർ റയോട്ട്. അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻ്റ് ആണ്, 6 മാസം വരെയോ അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് പിഴയോ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. അൺലാഫുൾ അസംബ്ലി തന്നെ ആയുധമായി പോവുകയാണെങ്കിൽ, ആയുധധാരികളായിട്ട് തന്നെയാണ് അസംബ്ലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും 2 വർഷം വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അൺലാഫുൾ അസംബ്ലി എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു അസംബ്ലി അൺലാഫുൾ ആകുന്നത് എന്നുള്ളത് ആലോചിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ നേച്ചർ മാറുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റുകൾ. ഇതേ ഏരിയ തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസസ് അഫക്റ്റിംഗ് പബ്ലിക് ട്രാങ്കുലിറ്റി ആണ്. പൊതുസമാധാനത്തിന്, പൊതുമനസ്സമാധാനം പൊതുസമാധാനത്തിനെന്നൊക്കെ പറയാം. അപ്പോൾ ഈ സമാധാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ റയോട്ടിംഗ് ആണ് അടുത്തത്. ആ റയോട്ടിങ്ങിൽ അടുത്തതാണ് whenever force or violence is used by an unlawful assembly. കണ്ടോ, അപ്പം എങ്ങനെയാണ് റയോട്ടിങ്, എവിടെ നിന്നാണ് വരുന്നത്? റയോട്ടിങ് എന്ന് പറഞ്ഞാൽ അൺലാഫുൾ അസംബ്ലിക്കകത്തു നിന്ന് വരുന്ന സാധനമാണ് ഈ റയോട്ടിങ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് അൺലാഫുൾ അസംബ്ലിയിൽ നിങ്ങൾ ഫോഴ്സ് അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ എനി മെമ്പർ ദെയർ ഓഫ് ഇൻ പ്രോസിക്യൂഷൻ ഓഫ് ദ കോമൺ ഒബ്ജക്റ്റ് ഓഫ് സച്ച് അസംബ്ലി. അപ്പോൾ നമ്മളുടെ അസംബ്ലിയുടെ പൊതുവായ ഉദ്ദേശലക്ഷ്യം നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിട്ടോ എന്ത് ചെയ്യാണ്, ഫോഴ്സ് അല്ലെങ്കിൽ ക്രിമിനൽ ഫോഴ്സോ വയലൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്ത് സാധനമായിട്ട് മാറും? ആ അൺലാഫുൾ അസംബ്ലി എന്ത് സാധനമായിട്ട് മാറുന്നു? റയോട്ട്, ലഹളയായിട്ട് മാറും. അതിനാണ് നമ്മൾ അസംബ്ലി, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ നേച്ചർ ഒന്ന് തന്നെ. കുറച്ച് കയ്യും കെട്ടി അടങ്ങിയിരുന്ന് ഗൂഢാലോചനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനം അങ്ങ് പബ്ലിക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കണ്ണി കണ്ടതൊക്കെ അടിച്ച് നശിപ്പിച്ച് ഇത് മാറുമ്പോഴത്തേക്കിന് ഈ സാധനം എന്തായിട്ട് മാറും? റയോട്ടിംഗ് ആയിട്ട്, ലഹളയായിട്ട് മാറും. ഓക്കെ, ഇനി റയോട്ടിങ്ങിൻ്റെ പണിഷ്മെൻ്റാണ്. റയോട്ടിങ്ങിൻ്റെ പണിഷ്മെൻറ്റ് 2 വർഷം വരെയോ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ഓക്കെ, ദെൻ റയോട്ടിങ് ആംഡ് വിത്ത് ഡെഡ്ലി വെപ്പൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ 5 വർഷം വരെ കിട്ടാവുന്നതാണ്. സിമ്പിൾ റയോട്ടിങ് ആണെങ്കിൽ 2 വർഷം വരെയും, റയോട്ടിങ്ങിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് 5 വർഷം വരെ പോകാവുന്നതുമാണ്. ദെൻ അടുത്തതാണ് അഫ്രൈ. അഫ്രൈ എന്ന് പറയുന്നത് എന്താണ്? പൊതുസ്ഥലത്ത് കിടന്ന് അടിപിടി കൂടുന്നതിനാണ് അഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്തൊക്കെയാണ്? പൊതുസമാധാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തേതാണ് നമ്മൾ അൺലാഫുൾ അസംബ്ലി കണ്ടത്. അൺലാഫുൾ അസംബ്ലി നമ്മൾ കണ്ടു. ദെൻ അടുത്ത കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലാഫുൾ അസംബ്ലി കഴിഞ്ഞാൽ തൊട്ട് കുറേ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയോട്ടിംഗ് ആണ്. ഓക്കെ, റയോട്ടിങ്, ആഫ്റ്റർ ദാറ്റ് അഫ്രൈ. നല്ല വാക്കാണ്, കേൾക്കാനൊക്കെ സുഖമുണ്ട്. പൊതുസ്ഥലത്ത് കിടന്ന് അടിപിടി കൂടുന്നതിനാണ് അഫ്രൈ എന്ന് വിളിക്കുന്നത്. അഫ്രൈ ചെയ്യുന്നത് 2 പേരാണ്, 2 or more person. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ബഹളം വെച്ചാലോ പിന്നെ കുറച്ച് മദ്യപിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് അഫ്രൈ അല്ല. 2 പേര്, 2 or more persons ഒരു പൊതുവായ സ്ഥലത്ത് കിടന്ന് അടിപിടി കൂടുകയാണെങ്കിൽ ഫൈറ്റിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ് ആണ്. 2 or more person ഫൈറ്റിംഗ് ഇൻ എ പബ്ലിക് പ്ലേസ് ആണ്. ഫൈറ്റ് ചെയ്യുന്നതിലും അല്ല പ്രശ്നം, ഡിസ്റ്റർബ് ദ പബ്ലിക് പീസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ ആ പബ്ലിക്കിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ്? അവരുടെ സമാധാനം കെടുത്തുന്ന രീതിയിലാണ് ഇതങ്ങളെല്ലാം കൂടെ കിടന്ന് അവിടെ അടിപിടി കൂടുന്നതെങ്കിൽ ആ സാധനം എന്താണ്? അഫ്രൈ എന്ന് പറയും. ഹൂ എവർ കമ്മിറ്റ്സ് അഫ്രൈ കമ്മിറ്റ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻ്റ് ആണ്. ഏത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടൈം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 month അതല്ലെങ്കിൽ ഫൈനോ. ആ ഫൈൻ എന്ന് പറയുന്നത് 1000 rupees വരെയോ അല്ലെങ്കിൽ 1 month, ഓർ ഫൈൻ എന്ന് പറയുന്നത് 1000 rupees ആണ്. 1000 rupees അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തയാണ് 195 പറയുന്നു അസാൾട്ടിങ് ഓർ ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സർവൻറ്റ് വെൻ സപ്രസിങ് റയോട്ട് എക്സെട്ര എന്നുള്ളതാണ്. നമ്മൾ ഈ അൺലാഫുൾ അസംബ്ലിയിൽ നിന്നും
എന്ത് ചെയ്തു? വയലൻസും ഫോഴ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അവിടെ എന്ത് കാണിക്കുകയാണ്? വയലൻസ് കാണിക്കുകയാണ്. അപ്പോൾ ഈ സാധനം അൺലാഫുൾ അസംബ്ലി റയോട്ടായി മാറി. ഇപ്പോൾ റോഡിൽ ലഹള നടക്കുമ്പോൾ എന്താണ് പബ്ലിക് സർവൻറ്റുമാർ, പോലീസ് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഇല്ല. അവർ ഈ പറയുന്ന പബ്ലിക് സർവൻറ്റ് എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? അസാൾട്ടിനെ സപ്രസ് ചെയ്യുന്ന, തടയാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവരെ, ഈ പബ്ലിക് സർവൻസിനെ അസാൾട്ട് കാണിച്ചാൽ, അസാൾട്ട് എന്ന് പറയാൻ അറിയാമല്ലോ, ഫോഴ്സൊക്കെ ഉപയോഗിച്ചാൽ, അവിടെ ഒഫൻസ് എന്ന് പറയുന്നത് അസാൾട്ടിങ് ഓർ ഒബ്സ്ട്രക്റ്റിംഗ് പബ്ലിക് സർവൻ്റ് ആണ്. ഇവിടെ നമ്മൾ എപ്പോഴാണ് ഈ പബ്ലിക് സർവൻറ്റിനെ അസാൾട്ട് ചെയ്യുക, ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റയോട്ട് തടയുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന, അപ്പോൾ ഒരു ലഹള നടക്കുന്നു, ലഹള അടിച്ചമർത്താൻ, ഇല്ലെങ്കിൽ ലഹള അടിച്ചമർത്തുക എന്നല്ല, ലഹള തടയാൻ വേണ്ടിയിട്ട് ആരാണ് അവിടെ ഉള്ളത്? പോലീസ് വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പോലീസിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചാലെന്നുള്ള അവിടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റോ, ഫൈൻ എന്ന് പറയുന്നത് 25,000 രൂപയിൽ കുറയാത്ത ഫൈനോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ കിട്ടാവുന്നതാണ്. ദെൻ അടുത്തതാണ് ത്രെട്ടനിങ് ടു അസോൾട്ട് ഓർ അറ്റംപ്റ്റിംഗ് ടു ഒബ്സ്ട്രക്ട് പബ്ലിക് സർവൻറ്റ് വെൻ സപ്രസിങ്. അപ്പോൾ ഇതേപോലെ ഇതെന്താണ്? റയോട്ട് സപ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സർവൻറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരെ ത്രെട്ടൻ ചെയ്യിക്കുകയോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അറ്റംപ്റ്റിംഗ് ടു ഒബ്സ്ട്രക്റ്റ്, അപ്പം ഒന്നുകിൽ ഭീഷണിപ്പെടുത്തും, മാറിയിക്കിടാം, മര്യാദയ്ക്ക് മാറിയിക്കിടാം എന്നൊക്കെ പറയുക, അതല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യും, ശ്രമിച്ചു നോക്കും. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്താലും 1 ഇയർ വരെയാണ് പണിഷ്മെൻറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഫൈനോ ചേർത്ത് കിട്ടാവുന്നതാണ്. ഇത് നോൺ കോഗ്നൈസബിൾ ആണ്, ബെയിലബിൾ ആണ്. ദെൻ ഇനി അടുത്താണ് 196 അടുത്ത നമ്മളുടെ പബ്ലിക് ട്രാങ്കുലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന അടുത്ത ഒഫൻസാണ് പ്രൊമോട്ടിംഗ് എൻമിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് എന്തൊക്കെയാണ്? റിലീജിയൻ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ലാംഗ്വേജ്, ആൻഡ് ഡൂയിങ് ആക്ട്സ് പ്രജുഡീഷ്യൽ ടു മെയിൻ്റനൻസ് ഓഫ് ഹാർമണി എന്നുള്ളതാണ്. നമ്മളുടെ പബ്ലിക് പൊതുസമാധാനവും സന്തുലിതാവസ്ഥയും ഒക്കെ നിലനിർത്തുന്ന, ഇല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റായിട്ട് ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളെ തമ്മിൽ, അതായത് റിലീജിയൻ്റെ പേരിലോ വർഗത്തിൻ്റെയോ, ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെ, അതല്ലെങ്കിൽ ബർത്തിൻ്റെ, പ്ലേസ് ഓഫ് റെസിഡൻസിൻ്റെ ഒക്കെ പേരിൽ ആൾക്കാരെ തമ്മിൽ തെറ്റിപ്പിക്കുകയാണ്, തമ്മിൽ തല്ലിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിൾസ് തമ്മിൽ എൻമിറ്റി വളർത്തുന്നു എങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റോ, ഫൈനോ, അതല്ലെങ്കിൽ ഒരുമിച്ച് ഇത് രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. കോഗ്നൈസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഇത് ട്രയൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഒഫൻസാണ് പ്രൊമോട്ടിംഗ് എൻമിറ്റി ബിറ്റ്വീൻ ക്ലാസസ് ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സെട്ര എന്നുള്ളതാണ്. ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനാ സ്ഥലങ്ങളിൽ അവിടെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സുകളെ തമ്മിൽ അവരുടെ ഇടയിൽ ഈ വർഗീയ വിദ്വേഷങ്ങളൊക്കെ വളർത്തുകയാണ്. ഇപ്പോൾ ഒരു പ്രൊമോട്ടിങ് എൻമിറ്റി വളർത്തുകയാണെങ്കിൽ അവിടെയുള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5 വർഷം വരെ പോകാവുന്നതാണ്. കോഗ്നൈസബിൾ ആണ്, നോട്ട് ബെയിലബിൾ ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കാണിത് ട്രയൽ ചെയ്യാനുള്ള അധികാരം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഗ്രൂപ്പ്സിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൽ പെട്ട ആൾക്കാരെ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, ഭാഷയുടെയോ, അതല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ റെസിഡൻസിൻ്റെയൊക്കെ പേരിൽ അവർ തമ്മിൽ വിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്യുന്നതാണ് 196 പറയുന്നത്. ഇനി അടുത്തതാണ് 197 ഇതെല്ലാം എന്തിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്? പബ്ലിക് ട്രാങ്കുലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒഫൻസുകളാണ്. അടുത്തത് ഇമ്പ്യൂട്ടേഷൻസ്, അസേർഷൻസ്, നാഷണൽ ഇൻ്റഗ്രേഷൻ, നമ്മുടെ ദേശീയതയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഇമ്പ്യൂട്ടേഷൻസ്, അതുപോലെ തന്നെ ഈ അസേർഷൻസ്, ചില വാക്കുകൾ, ചില ആംഗ്യങ്ങൾ, ഇതെല്ലാം പറയുന്നതാണ് മാർക്കുകൾ. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ വാക്കുകളിലൂടെ, അതായത് ആ വാക്കെന്ന് പറഞ്ഞാൽ സ്പോക്കൺ, പറഞ്ഞതാകാം, അതല്ലെങ്കിൽ എഴുതിയതാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന സൈനുകളിലൂടെ, അപ്പോൾ മാർക്കിങ്ങുകളോ സൈനിലൂടെയോ, അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷൻസിലൂടെയോ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലോ മറ്റു മാർഗങ്ങളിലൂടെയോ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ഇപ്പോൾ പറയുന്ന 197 നാഷണൽ ഇൻ്റഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറ്റകൃത്യമാണ്. ഏതൊരു വ്യക്തിയാണോ
വാക്കുകൾ കൊണ്ട്. ഈ വാക്കെന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഉച്ചരിക്കുന്നത് മാത്രമല്ല ഇവിടെ വാക്കെന്ന് ഉദ്ദേശിക്കുന്നത്. അത് സ്പോക്കൺ ആകാം, അത് റിട്ടൺ ആകാം, ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക, അച്ചടിച്ച് വരിക, പ്രിൻ്റ് ചെയ്യുന്നത് ഏത് രൂപത്തിലുള്ളതാകാം. അതല്ലെങ്കിൽ വിസിബിൾ റെപ്രസെൻറ്റേഷൻസിനകത്ത് ഉള്ളതാകാം. ആ വിസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ചില സൈനുകളാകാം, ചില അടയാളങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയം ഈ തരത്തിലുള്ള എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മറ്റ് വ്യക്തികളിലേക്ക് എത്തുന്ന ഏത് രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ മേക്സ് ഓർ പബ്ലിഷസ് എനി ഇമ്പ്യൂട്ടേഷൻ ദാറ്റ് എനി ക്ലാസ് ഓഫ് പേഴ്സൺസ് കാനോട്ട് ബൈ റീസൺ ഓഫ് ദെയർ ബീയിങ് മെമ്പേഴ്സ് ഓഫ് എനി റിലീജിയസ്, റേഷ്യൽ അല്ലെങ്കിൽ ലാംഗ്വേജോ റീജിയണൽ ഗ്രൂപ്പോ കാസ്റ്റോ കമ്മ്യൂണിറ്റി ബി എ true faith and allegiance to the Constitution of India as by established or uphold the sovereignty and integrity എന്നുള്ളതാണ് ഇവിടെ പറയുന്ന. നോക്കിക്കോ, അപ്പോൾ ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയത തകർക്കത്തക്ക രീതിയിൽ മറ്റൊരു അപ്പം നിങ്ങൾ ഈ പറയുന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാരല്ല, നിങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ആ തരത്തിൽ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് കാസ്റ്റിൻ്റെയോ റീജിയണൽ ഗ്രൂപ്പുകളെയോ കാസ്റ്റ് ബേസിലോ കമ്മ്യൂണിറ്റി ബേസിലോ അത് അല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലായിട്ടുള്ള റിലീജിയസ്, റേഷ്യൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അതെല്ലാം പല തരത്തിൽ പറഞ്ഞ് ഇതേ എന്താണ് ഉപയോഗിക്കുന്നത് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രത്യേക തരത്തിലുള്ള റിലീജിയസ് ഗ്രൂപ്പ്, നിങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരല്ല, നിങ്ങൾ കുറഞ്ഞ ആൾക്കാരാണ്, നിങ്ങൾ കൂടിയ ആൾക്കാരാണ്, നിങ്ങൾ ഈ ബന്ധത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഈ വർഗത്തിൽപ്പെട്ടവരല്ല, നിങ്ങൾ ഈ ഭാഷ ഉപയോഗിക്കുന്നവർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇൻറ്റഗ്രിറ്റി തകർക്കാൻ ശ്രമിക്കുന്നവരെ ആണെങ്കിൽ ഒന്നുകിൽ അങ്ങനെയോ അതല്ലെങ്കിൽ അടുത്ത് ചെയ്യുന്നത് എനി ക്ലാസ് ഓഫ് പേഴ്സൺ ഷാൽ ബൈ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള റിലീജിയസ്, റേഷ്യൽ, ലാംഗ്വേജ്, റീജിയണൽ ഗ്രൂപ്പിൽപ്പെട്ടവരായതുകൊണ്ട് കമ്മ്യൂണിറ്റി ബി ഡിനൈഡ് ഓർ റിപ്രൈഡ് ഓഫ് ദെയർ റൈറ്റ്സ് ആസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ. അതായത് ഒരു പ്രത്യേക മതത്തിലോ വർഗത്തിലോ ഭാഷ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന പ്രത്യേക ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ, നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വക ഇന്ത്യൻ സിറ്റിസൺസിന് കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ഉള്ള അസർഷൻസ് വരികയോ കൗൺസിൽ ചെയ്യുകയോ അഡ്വൈസ് ചെയ്യുകയോ പ്രൊപ്പഗേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താലും അതും കുറ്റകൃത്യമാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി. ഇവിടെ ഇത് തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യൽ, ലാംഗ്വേജ്, റിലീജിയസ് ഗ്രൂപ്പുകളിലൊക്കെ പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ അസേർഷൻ എന്ന് പറയുന്നത് ലൈക്ലി ടു കോസ് ഡിസ്ഹാർമണി or feelings of enmity or hatred or ill will between such members and other person. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് വൈവിധ്യമാർന്ന പലതരത്തിലാണ് ഡൈവേഴ്സിറ്റി പറയുന്നത്. അത് ലാംഗ്വേജ് വൈസിലാണെങ്കിലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് നമ്മൾക്കുണ്ട്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്, റേഷ്യൽ ഗ്രൂപ്പുകളുണ്ട്, കാസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികളാണ്. ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ ഒരു ഇതായിട്ടാണ് നമ്മുടെ നാഷണൽ ഹാർമണി എപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് തകർക്കുന്ന രീതിയിൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ ആ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുകയോ അത് അവർക്ക് ഈ പറയുന്ന ആൾക്കാർ അവർ ഈ നാട്ടിൽപ്പെട്ട ആൾക്കാരല്ല, ആ തരത്തിൽ അസേർഷൻസ് കൊണ്ടുവരിക, കൗൺസിൽ ചെയ്യുക, അങ്ങനെ ഉള്ള പ്രൊപ്പഗാൻഡകൾ പ്രചരിപ്പിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ഇതെന്ത് വരും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർമണി അത് അഫക്റ്റ് ചെയ്യും. അതും ഇൽവില്ല് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസൺമെൻ്റ് ആണ്, 3 വർഷം വരെ. അപ്പം സിമ്പിളായി പറയുകയാണെങ്കിൽ 197 പറയുന്നത് നാഷണൽ കാരണം ഇത് ഒത്രയും ഓർത്താൽ മതി, നമ്മുടെ നേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്, നേഷൻ്റെ ഇൻ്റഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്, ദേശീയതയ്ക്ക് നേഷണൽ ഇൻ്റഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്, നമ്മുടെ ഹാർമണിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഡിഫറെൻറ്റ് കാസ്റ്റ്, അത് പലതരത്തിലാണ് വരുന്നത്. അതായത് ഡിഫറെൻറ്റ് റേസുകൾ വരുന്നുണ്ട്, കാസ്റ്റുകൾ വരുന്നു, കമ്മ്യൂണിറ്റികൾ വരുന്നുണ്ട്, ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റികളെ അതിനകത്തെല്ലാം എൻമിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഹാർമണി തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിൽ, അത് വാക്കുകൾ കൊണ്ടാണെങ്കിൽ, പറയുകയാണെങ്കിൽ അങ്ങനെ, എഴുതി കാണിക്കുകയാണെങ്കിൽ അങ്ങനെ, ആംഗ്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വല്ല വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, എനിവേ ഇതൊക്കെ ചെയ്യുന്നവന്മാരൊക്കെ ഉള്ള ശിക്ഷയാണ് 3 വർഷം വരെ കിട്ടും എന്ന് പറയാം. അതുപോലെ തന്നെ ഫൈനും ഉണ്ടായിരിക്കുന്നതായിരുന്നു. ഓർ ഫൈൻ ഓർ വിത്ത് ബോത്ത്, രണ്ടും കൂടെ ചേർന്ന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം. ഏത് ഏരിയ തൊട്ടാണ് നമ്മൾ പണിഷ്മെൻ്റ് ആയിരുന്നു പറഞ്ഞു തുടങ്ങിയത്. അൺലാഫുൾ അസംബ്ലിയുടെ പണിഷ്മെൻറ്റ്, ദെൻ അൺലാഫുൾ അസംബ്ലി, അതിൻ്റെ പണിഷ്മെൻറ്റ്, റയോട്ടിങ്, ദെൻ റയോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് പബ്ലിക് ട്രാങ്ക്വിലിറ്റി. അത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഡിഫറെൻറ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാരിൽ എന്താണ് ഈ വിദ്വേഷം വളർത്തുന്ന രീതിയിലുള്ള സംഘങ്ങളല്ല വാചകങ്ങൾ ഉപയോഗിക്കുക, ആ പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഉള്ള പണിഷ്മെൻ്റാണ് പിന്നെ കണ്ടത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഒഫൻസ് അഗെയിൻസ്റ്റ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പബ്ലിക് സർവൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകൾ, അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസുകൾ, അതൊക്കെ ആയിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.